തുടർച്ചയായി വൈദ്യുതി മുടങ്ങുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. തേവലക്കര KSEB ഓഫീസ് ഉപരോധിച്ച് കോൺഗ്രസ്. തേവലക്കര, ചവറ, പന്മന, തെക്കുംഭാഗം പ്രദേശങ്ങളിലെ വൈദ്യുതി മുടക്കത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. തേവലക്കര, ചവറ, പന്മന, തെക്കുംഭാഗം പ്രദേശങ്ങളിലെ നിരന്തരമുള്ള വൈദ്യുതി മുടക്കത്തിൽ പ്രതിഷേധിച്ചാണ് തേവലക്കര KSEB ഓഫീസ് ഉപരോധിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം R. അരുൺരാജിന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. നമ്മളിവിടെ ചവറ നിയോജക മണ്ഡലത്തിൽ തന്നെ വ്യാപകമായ ലോഡ് ഷെഡിങ് നടക്കുകയാണ്. ഇന്നലത്തെ ദിവസമാണ് അത് അതിരൂക്ഷമായത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉത്സവം നടന്നാൽ ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വൈദ്യുതിയും വിച്ഛേദിക്കുന്ന തരത്തിലേക്കാണ് KSEBയുടെ ഒരു പൊതു സ്വഭാവം, ഒരു തീരുമാനം ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർക്കാർ തന്നെ പറയുന്നു, മനുഷ്യൻ പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള അതിതീവ്രമായ ചൂട്, അതിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു സ്ഥലം കൊല്ലം ജില്ലയാണ്. ഒരു പരിധി ഒരു മനുഷ്യന് സഹിക്കാവുന്നതിൻ്റെ പരമാവധി ചൂട് സഹിച്ചുകൊണ്ടാണ് ഓരോ മനുഷ്യരും, കുട്ടികൾ ഉൾപ്പെടെ വീട്ടിൽ ജീവിക്കുന്നത്. ആ സമയത്താണ് അകാരണമായി പലപ്പോഴും വൈദ്യുതി വിച്ഛേദിച്ചുകൊണ്ട് നിരുത്തരവാദപരമായ ഒരു സമീപനം KSEBയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തേവലക്കര ഡിവിഷനിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും നിരന്തരമായ പരാതികൾ വരുന്നത് കൊണ്ടാണ് കോൺഗ്രസിൻ്റെ 2 മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ഇവിടുത്തെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലും ഞങ്ങൾ ഇന്ന് KSEB ഓഫീസിൽ വന്ന് സമാധാനപരമായ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ ഇവിടെ എത്തിയത്. KSEB AXE സ്ഥലത്തെത്തി സമരത്തിന് നേതൃത്വം നൽകിയവരുമായി ചർച്ച നടത്തി. തേവലക്കര KSEBയും നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുള്ള 1 കോടി രൂപ ചെലവ് വരുന്ന മെയിന്റനൻസ് വർക്ക് ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിച്ച് പ്രദേശത്തെ വൈദ്യുതി മുടക്കം പരിഹരിക്കാൻ കഴിയുമെന്ന് അറിയിച്ചു. ഞങ്ങൾ തന്നെ കേബിൾ ഇടാവുന്നത്. അപ്പോൾ അതിനധികം താമസം വരുത്തില്ല. ആ 3 കിലോമീറ്റർ കേബിൾ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ബീഡർ പോയാലും ചവറക്കാർക്ക് എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ ഇവിടെ സപ്ലൈ തടസ്സമില്ലാതെ തന്നെ കിട്ടും. ഇനി രണ്ടാമത്, കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വൈദ്യുതി വിച്ഛേദിക്കുന്നത് സ്ഥിരം സംഭവമായി മാറിയിരിക്കുകയാണ്. അതിതീവ്രമായ ചൂട് നിലനിൽക്കുമ്പോൾ നിരന്തരമുള്ള വൈദ്യുതി മുടക്കം ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നതെന്നും രോഗികൾ ഉൾപ്പെടെയുള്ളവരുടെ ദുരിതം കാണാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകണമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം R. അരുൺരാജ് പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ കോണിൽ രാജേഷ്, ശിവപ്രസാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോയ്മോൻ, അനൂപ് പട്ടത്താനം, പടിഞ്ഞാറ്റുകര രാജേഷ് കുമാർ, PH റഷീദ്, ഗ്രാമപഞ്ചായത്ത് അംഗം അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.